പള്ളിച്ചട്ടമ്പി കണ്ടായിരുന്നു. ഈ ഒരു സിനിമ എനിക്ക് ഒട്ടും വർക്കായില്ല. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ എനിക്ക് സമ്മാനിച്ചത്. അടിപൊളി എന്ന് പറയാനില്ല, എന്നാൽ ഭയങ്കര ഷോകെന്ന് പറയാനില്ല. ഒരു മീഡിയം ഫേസിൽ പോകുന്ന ഒരു സിനിമയാണ്. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്റെ ഒരു മൂവി ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ കണ്ടുമടുത്തൊരു സ്റ്റോറി ലൈനും ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് സിനിമ. പഴയ സ്റ്റോറിയാണ്. ലൈക്ക് നമ്മളിപ്പം ഈ ഒരു ടൈം പീരീഡിൽ കാണുന്ന സ്റ്റോറി ഒന്നും അല്ല. ഒരു 10-15 വർഷത്തിന് മുമ്പൊക്കെ നമ്മൾ കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ് ഈ ഒരു മൂവിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ക്വാളിറ്റിയും ബാക്കി പ്രസന്റേഷൻ ഒക്കെ അടിപൊളിയാണ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു മൂവിയുടെ മെയിൻ കോർ അല്ലെങ്കിൽ മൂവിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ഭയങ്കര ഷോക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കുറച്ചും കൂടി വർക്ക് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ സിനിമ വേറെ ലെവലോട്ട് പോയേനെ. സ്ക്രിപ്റ്റിൽ കുറച്ചൊന്നുമല്ല, ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഓരോ ക്യാരക്ടർ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസ് ഒരു സംസാരിക്കുമ്പോഴും നമുക്കറിയാം സിനിമ എങ്ങോട്ടാ പോകുന്ന, അടുത്ത സീൻ എന്താണ്, അല്ലെങ്കിൽ ഇത് എങ്ങനത്തെ രീതിയിലാണ് കൊണ്ട് എൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പറയുകയാണെങ്കിൽ തന്നെ ടോവിനോയുടെ ക്യാരക്ടർ സിനിമയിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഓക്കെ ഇനി എന്താണ് ഈ ക്യാരക്ടറിന്റെ ഷിഫ്റ്റ്, അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാ പോകുന്നത്, എന്താണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അറ്റ് എന്ത് ഈ ഒരു ക്യാരക്ടർ എന്താണ് ചെയ്യാൻ പോകുന്നതൊക്കെ നമുക്ക് പ്രൊഡിക്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രസന്റേഷൻ ആണ് സിനിമയ്ക്ക്. ആൻഡ് ഫസ്റ്റ് ഹാഫ് നോക്കുവാണെങ്കിൽ ഒട്ടും എനിക്ക് വർക്ക് ആയില്ല, ഭയങ്കര ലാഗ് ആയിരുന്നു മൂവി. സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും നമുക്ക് ഓക്കെ അല്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് തോന്നിയ കുറച്ച് സീക്വൻസ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ടോവിനോയുടെ ക്യാരക്ടർ വരുന്നു, കയാദുവിന്റെ ക്യാരക്ടർ വരുന്നു, അവിടുത്തെ കുറച്ച് സിറ്റുവേഷൻസ് അവർ സംസാരിക്കുന്നു, പിന്നെ ഒന്നുമില്ല. സിനിമ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റിൽ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഈ ഒരു മൂവി സംസാരിക്കുന്ന സ്റ്റോറി എന്ന് പറയുന്നത് നമ്മളെ ലിബറേഷൻ സ്ട്രഗിൾ ആണ്. അതായത് വിമോചന സമരം ഉണ്ടല്ലോ, ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി റൂളിൽ വരുന്ന ടൈം പീരീഡിൽ നടന്ന കുറച്ച് ഇവന്റ്സ് ആണ്. അത് അതുപോലെ പറഞ്ഞിട്ടൊന്നുമില്ല, കുറെ കാര്യങ്ങളൊക്കെ ഓൾട്ടർ ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. സോ ആ ഒരു സിറ്റുവേഷനിലൂടെ ടൊവിനോയുടെ ക്യാരക്ടർ ആയിട്ടുള്ള പള്ളിച്ചട്ടമ്പി വരുന്നത്, പിന്നീട് അവിടെ നടക്കുന്ന ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. അന്നത്തെ ഒരുപാട് ഇവന്റ്സ്, അല്ലെങ്കിൽ അന്ന് എന്താണ് ശരിക്കും നടന്നത്, അല്ലെങ്കിൽ ആൾക്കാർ എന്താണ് ഫേസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സിനിമ സംസാരിച്ച് പോകുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സിനിമ സംസാരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒന്നുപോലെ ഇമോഷണലി എവിടെയും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുന്നുണ്ട്, അതൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. ആ ഒരു ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയെങ്കിലും ആ ഒരു എൻ്റയർ മൂവി എനിക്ക് ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ ആയിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് അങ്ങനെ എടുത്തു പറയാനായിട്ട് ഒന്നും തോന്നിയില്ല. സിനിമ വളരെ സിമ്പിൾ ആയിട്ട് ഭയങ്കര സ്ലോ പേസ് ആയിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും എൻഗേജിങ് അല്ലായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇമോഷണലി അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ എൻഗേജിപ്പിക്കുന്ന അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ പറയുന്നുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും എനിക്ക് അധികം അങ്ങ് വർക്ക് ആയിട്ടില്ല. ആൻഡ് ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ സിനിമോട്ടോഗ്രാഫിയിലായാലും ശരി, എഡിറ്റിംഗിൽ ഇടയ്ക്ക് കുറച്ച് KGF കയറി വരുന്നുണ്ടെങ്കിലും ബാക്കി ഇവർ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന സ്ക്രീൻ പ്ലേ കുറച്ച് വീക്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒട്ടും എൻഗേജിപ്പിക്കാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് വലിയൊരു ഇമ്പാക്ട് കിട്ടിയിട്ടില്ല. ആൻഡ് അതുപോലെ തന്നെയാണ് എടുത്തു പറയാൻ തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ആയിരുന്നു. കുറച്ചുകൂടി ബെറ്റർ ആക്കി കുറച്ചും കൂടി എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകണമായിരുന്നു. ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി. കാരണം സിനിമ സംസാരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിലെ ഒരു വലിയ മേജർ ഇഷ്യൂ അല്ലെങ്കിൽ മേജർ ഇവന്റ് സിനിമ സംസാരിക്കുമ്പോൾ അവിടെ വരുന്ന കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് കുറച്ച് ആൾക്കാർ അടികൂടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കുറച്ച് കിടിലം ക്യാമറ വർക്കും പരിപാടിയൊക്കെ കൂടെ നടത്തുന്നുണ്ടെങ്കിലും ആ ഒരു ഫൈറ്റ് സീക്വൻസിലോട്ട് അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഒരു എൻഗേജിംഗ് ഫീൽ എവിടെയും കിട്ടുന്നില്ല. സോ അതും കൂടി കുറച്ച് ബെറ്റർ ആക്കാൻ തോന്നി എനിക്ക്. പിന്നീട് ആകെ സിനിമയിൽ എനിക്ക് തോന്നുന്ന ആ ഒരു എൻ്റയർ തിയേറ്റർ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഒന്ന് ക്ലാപ്പ് അടിച്ച ഒന്ന് വിസിലടിച്ചെന്ന് പറയുന്നത് ഒരു ക്യാമിയോ റോളായിരുന്നു. അത് എനിക്ക് എൻ്റെ മൂവീസ് നോക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നൈസ് ഒരു ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിലും ടൊവിനോയും ബാക്കിയുള്ള എല്ലാവരുടെ പെർഫോമൻസും കൊള്ളാം. ആൻഡ് കയാദുവിന്റെ ക്യാരക്ടർ എനിക്ക് ഒരു മിസ്കാസ്റ്റ് ആയിട്ട് തോന്നി. ആൻഡ് പുള്ളിക്കാരുടെ ഡബിങ് ഓൾസോ ഭയങ്കര ഷോക്കായിരുന്നു. ലിപ്സിംഗ് ഒന്നും മാച്ച് ആവുന്നില്ല. ലിപ്പിന്റെ മൂവ്മെന്റ് ഒരു സൈഡ് പോകുന്നു, ഡയലോഗ് വേറെ ഒരു സൈഡിൽ കൂടി പോകുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ഒക്കെ ആയിരുന്നത്. സോ ഇതാണ് സിനിമയെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ആ ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ സ്റ്റോറിയിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ സിനിമ വേറൊരു ലെവലിലോട്ട് പോയിനെ. സിനിമയുടെ സ്റ്റോറി അല്ലെങ്കിൽ സിനിമയുടെ കണ്ടന്റ് അടിപൊളിയാണ്, പക്ഷേ അതിന്റെ പ്രസന്റേഷനിലോട്ട് വന്നപ്പോഴാണ് സിനിമ ഒന്ന് കയ്യിൽ പോയത് പോലെ എനിക്ക് തോന്നിയത്. ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു അവിയൽ പരുവായിരുന്നു. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഔട്ട്, അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ജസ്റ്റ് ഒരു ആവറേജ് ഒരു ഓക്കെ ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന്റെ അപ്പുറത്തേക്ക് എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. ഒട്ടും എൻഗേജ് ചെയ്യിപ്പിക്കാത്ത ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.